ഹായ് ഹലോ ഫ്രണ്ട്സ്, TMT കിച്ചണിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു റെസിപ്പിയുമായിട്ടാണ്. എളുപ്പത്തിൽ നല്ല രുചിയോടുകൂടി എങ്ങനെയാണ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ ലൈക്ക് അടിക്കാത്തവരൊന്ന് ലൈക്ക് അടിക്കണം. അപ്പോൾ കൊഞ്ച് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. ഞാനൊരു 1/2 കിലോ കൊഞ്ച് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി ഉള്ളവർ അതെടുക്കുക. ഞാനിപ്പോൾ സാധാരണ മുളക് പൊടിയാണ് എടുക്കുന്നത്. അത് എരിവ് വേണ്ടുന്ന പോലെ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. ഇനി നമുക്ക് വേണ്ടത് ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഒരു 20 എണ്ണം എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 പച്ചമുളക്, പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി, പിന്നെ ഉള്ളത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുക്കുക, ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ അല്പം കറിവേപ്പില എടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഓയിൽ വേണ്ടുന്നവർ ഓയിൽ എടുക്കുക. വെളിച്ചെണ്ണയിൽ കൂടുതൽ ടേസ്റ്റ് കൂടും. അതിനുശേഷം കൊഞ്ചൻ ഇതുപോലെ ഇട്ട് കൊടുക്കുക. വലുതാണെങ്കിൽ ഓരോന്നെടുത്ത് വയ്ക്കുക. ചെറുതായതുകൊണ്ട് ഇതുപോലെ നന്നായി സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം എണ്ണയിൽ മൊരിഞ്ഞെടുക്കാൻ നോക്കുക. കരിഞ്ഞു പോകാതെ മീഡിയം സൈസിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായി മൊരിഞ്ഞ് കിട്ടണം. ഓക്കെ, നമ്മുടെ കൊഞ്ച് ഫ്രൈ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് എങ്ങനെയാണ് ആക്കുന്നത് നോക്കാം. പാത്രത്തിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തേങ്ങാക്കൊത്തും ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂന്നും കൂടി നല്ലോണം ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കുക. ഇത് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് കൂടുതൽ, അതുകൊണ്ടാണ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ഇല്ലാത്തവരാണെങ്കിൽ സവാള അരിഞ്ഞ് ചേർത്താലും മതി. ഇനി ഇതിലോട്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴന്ന് വരുന്നവരെ, ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കുക. ഇതുപോലെ വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് വേണ്ട മസാലപ്പൊടികൾ അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ ആദ്യം നമ്മൾ കൊഞ്ചിന് ചേർത്തതാണ്, അത് ശ്രദ്ധിച്ച് ചേർക്കുക. ആവശ്യത്തിന് മാത്രം. പിന്നെ അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല, 1 സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കുക. എല്ലാം നന്നായി വഴന്ന് വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 3 മിനിറ്റോളം അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക.
അപ്പോൾ തക്കാളി എല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലോട്ട് 1 ഗ്ലാസ് ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഉപ്പ് നമ്മുടെ കൊഞ്ചലിൽ ഇട്ടതാണ്, അതും ശ്രദ്ധിച്ച് ഇതിലോട്ട് വേണ്ടുന്ന ഉപ്പും ഒക്കെ ചേർത്ത് അല്പം തിളക്കാൻ വെക്കുക. ഓക്കെ, ഇതൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ കൊഞ്ചൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചൻ ചേർത്ത് കൊടുക്കുക. കൊഞ്ചൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതുപോലെ ആർക്കും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് അടിക്കാൻ മറന്നവരൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ആയിക്കഴിഞ്ഞാലും എന്ത് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റുള്ളൊരു, എളുപ്പത്തിൽ തയ്യാറാക്കാൻ, നമുക്ക് അത്ര അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അല്പസമയം അടച്ചു വയ്ക്കാം. ഒരു 3 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. ഇതാ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ചെമ്മീൻ കിട്ടുവാണെങ്കിൽ ഇന്ന് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ പറഞ്ഞ പോലെ ആരെങ്കിലും ലൈക്ക് അടിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം. ഇനി ഞാനൊരു പുതിയൊരു വീഡിയോയുമായി വരുമ്പോഴും ഇതുപോലുള്ള സപ്പോർട്ട് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ബൈ.